ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. BYD അവരുടെ അറ്റോ 3 എന്ന് പറയുന്ന ഇലക്ട്രിക് SUV ഇന്ത്യയിൽ ഇറക്കിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇത്രയും കാലം അവർ ചെയ്യാണ്ടിരുന്ന പുതിയൊരു സംഭവമാണ് ഇപ്രാവശ്യം അവർ ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിനകത്ത് പണ്ട് നമുക്ക് ആകെ ഒരൊറ്റ വേരിയൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ടോപ്പ് വേരിയൻറ്റ് വരെ 35 ലാക്സിന് അടുത്തായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് മൊത്തം മാറ്റിയിട്ട് 3 വേരിയൻറ്റ്സ് ആക്കി ഇതിന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എൻട്രി ലെവൽ മോഡൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് അതിൻ്റെ പ്രൈസ് 25 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം MGയുടെ ZSEV ഒക്കെ ഏകദേശം ആ ഒരു പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. അത് ഇതിനേക്കാൾ കുറച്ചും കൂടെ ചെറിയ വണ്ടിയാണ്. ആക്ച്വലി ZSEV അതിനേക്കാൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. 20,000 റുപ്പീസോളം ആ വാഹനത്തിന് കൂടുതലാണ്. വലിയ വ്യത്യാസമൊന്നുമല്ല, ചെറിയ ഡിഫറൻസ് ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 20,000 രൂപ ഡിഫറൻസ് ഓൺ റോഡ് വരുമ്പോൾ ഒരു 30,000 രൂപയുടെ അടുത്തുള്ള ഡിഫറൻസ് ആവും. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണല്ലോ. പിന്നെ ഈ സിമിലർ പ്രൈസ് പോയിന്റ് നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഏകദേശം സെയിം ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും തന്നെയാണ് വരുന്നത്. ZSEV 50.3 kWh ബാറ്ററി പാക്ക് ആണ്. അതുപോലെ ഈ BYD അറ്റോ 3യുടെ ഏറ്റവും ബേസിക് വേരിയന്റിൽ 49.92 kWh സൈസുള്ള ബാറ്ററി പാക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ZSEVയുടെ ക്ലെയിംഡ് റേഞ്ച് 461 കിലോമീറ്റേഴ്സും ഇതിൻ്റെ 468 കിലോമീറ്റേഴ്സും ആണ്. ഞാനിതെല്ലാം ബേസ് സ്പെക് മോഡലിൽ മാത്രമാണ് കേട്ടോ പറയുന്നത്. നമ്മളിപ്പോൾ ടോപ്പ് എൻഡിലേക്ക് പോകുകയാണെങ്കിൽ ZSEVയുടെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് ഓൾറെഡി അതാണ്. പക്ഷേ അറ്റോ 3യിൽ നമുക്ക് വേറൊരു ടോപ്പ് എൻഡും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവർ കുറച്ചുകൂടെ വലിയ 60 kWh അടുത്ത സൈസുള്ളൊരു ബാറ്ററി പാക്കും കൂടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 2024 അപ്ഡേറ്റഡ് BYD അറ്റോ 3 ആയിട്ടാണ് അവർ പറയുന്നത്. ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിൻ്റെ അകത്ത് വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ എടുക്കുകയാണെങ്കിൽ നിയർലി സെയിം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് അഡാപ്റ്റീവ് ഹെഡ് ലാംപ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഫോഗ് ലാംപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ബമ്പറിൻ്റെ ഡിസൈനിൽ ലൈറ്റായിട്ട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് പറയും. ഫോഗ് ലാംപ്സ് ഒന്നും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ അല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. പിന്നെ ഹെഡ് ലാംപ്സ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലായിട്ട് പറയാൻ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം ഇലക്ട്രിക് വണ്ടിയാണല്ലോ. പിന്നെ ഇതിൻ്റെ ചാർജിങ് പോയിന്റും റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ബേസിക്കലി ഇത്രേ പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ വാഹനത്തിന് നീളം അതുപോലെ ഡയമെൻഷൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് എടുത്തറിയാൻ പറ്റും. ശരിക്കും ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഇത് ഇറങ്ങും എന്ന് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഈ വണ്ടി റോട്ടിൽ കാണാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നല്ല സൗത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം സെയിൽസ് ഉള്ളൊരു വണ്ടിയാണിത്. നോർത്തിലേക്ക് പോകുകയാണെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളം ടൗണിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ ഞാൻ 2-3 അറ്റോ 3 വെച്ച് കാണാം. പിന്നെ ഇതിൻ്റെ ലെങ്ത് ആണെങ്കിലും 4.45 മീറ്റേഴ്സ് വരുന്നുണ്ട്. അതായത് ZSEVയേക്കാൾ 130 മില്ലിമീറ്റേഴ്സിന് മുകളിൽ ഡിഫറൻസ് വരുന്നുണ്ട് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ. ഇനി അലോയ് വീൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പണ്ട് ഇതിൻ്റെ അകത്ത് ആകെ ഒറ്റ കൺഫിഗറേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് 18-inch വീൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ 3 വേരിയൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബേസ് മോഡൽ 17-inch വീൽസ് ആണ് വരുന്നത്. 215, 60 or 17 ആണ് ബേസ് മോഡലിൻ്റെ ടയർ സൈസ്. ടോപ്പ് എൻഡ് 2 വേരിയൻസിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് 18-inch വീൽസ് കിട്ടുന്നുണ്ട്. അവിടെയും ക്രോസ് സെക്ഷൻ 215 തന്നെയാണ്, പക്ഷേ പ്രൊഫൈൽ 55 ആവും. അതുപോലെ ടയർ സൈസ് 618 ആണ് വരുന്നത്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക ഡിഫറൻസ് ഒന്നുമില്ല. ടെയിൽ ലൈറ്റ്സ് ഒക്കെ ഇപ്പോഴും കണക്റ്റഡ് ആണ്. എനിക്ക് പേഴ്സണലി വണ്ടിയുടെ റിയർ ഡിസൈൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. ഫ്രണ്ട് പിന്നെയും ഞാൻ ഓക്കെയാണ് ഡിസൈൻ വൈസ്. പിന്നെ ബാക്കി ഇതിൻ്റെ അകത്ത് മെയിനായിട്ടൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത്, പണ്ട് അവർ ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ എഴുതി വെച്ചിരുന്നത്. അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് പകരം ഇപ്പോൾ BYD എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ടെയിൽ ലാംപ്സിൻ്റെ കണക്ഷൻ്റെ തൊട്ട് മുകളിലും വൈപ്പറിൻ്റെ ഇടയിലായിട്ടാണ് ഇപ്രാവശ്യം ബാഡ്ജിങ് വെച്ചിരിക്കുന്നത്. നേരത്തെ അവിടെ തന്നെയായിരുന്നു, പക്ഷേ ആ വലിയൊരു ലെറ്ററിങ് ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു ഇത്തിരി ചീപ്പ് ഫീൽ ആയിട്ട് നമുക്ക് തോന്നുമായിരുന്നു. കാരണം ഒരുപാടുണ്ടല്ലോ എഴുതാൻ, അതങ്ങനെ അത്രയും വലിച്ചു വരെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ അതില്ല. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് 12.3 ഇഞ്ചോളം സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റം അവൈലബിൾ ആണ്. അത് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും. അതായത് വെർട്ടിക്കലായിട്ട് വയ്ക്കാം, ഹൊറിസോണ്ടലായിട്ടും വയ്ക്കാം. 5 ഇഞ്ചസിൻ്റെ ഇൻസ്റ്റൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. പിന്നെ ബാക്കി പറയത്തക്ക എല്ലാ ഫീച്ചേഴ്സിൻ്റെ അകത്തുണ്ട്. പാനറോമിക് സൺറൂഫ്, ഓട്ടോ AC എന്ന് പറയേണ്ട, പിന്നെ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനുമാണല്ലോ ഈ വാഹനത്തിൻ്റേത്. ഇനിയിപ്പോൾ പറയാനാണെങ്കിൽ വയർലെസ് ചാർജിങ്, അതുപോലെ 360 ക്യാമറ, ഇലക്ട്രിക് ടെയിൽ ഗേറ്റ്, പവേർഡ് സീറ്റ്സ്, പിന്നെ അത്യാവശ്യം സ്പോർട്ടി ഡിസൈനിൽ വരുന്ന സീറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇപ്രാവശ്യം 3 വേരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു വേരിയൻ്റ് ആയിരുന്നല്ലോ. ഇപ്പോൾ പക്ഷേ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ പവർ ടെയിൽ ഗേറ്റ് ഇല്ല. അതുപോലെ നമുക്ക് 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ്സ് വരുന്നില്ല. അങ്ങനെ കുറച്ച് മിസ്സിംഗ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ബേസിക്കലി വേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് ശരിക്കും വളരെ വാല്യൂ ഫോർ മണി ആയിട്ട് ഇപ്പോൾ തോന്നിയത് ഒരു പെർട്ടിക്കുലർ വേരിയൻ്റ് ആണ്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ്, അഡ്വാൻസ്ഡ് ടയർ റെസിസ്റ്റൻസ് സിസ്റ്റം, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കത്തും എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് ഉള്ളത്, അതുപോലെ ഏതൊക്കെ വേരിയൻസ് ആണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ ഇതുവരെ 3 വേരിയൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞല്ലാണ്ട് ഏതൊക്കെയാണ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന സുപ്പീരിയർ, പ്രീമിയം, അതുപോലെ തന്നെ ഡൈനമിക് എന്ന് പറയുന്ന വേരിയൻസ് ആണ്. അതിനകത്ത് ഡൈനമിക് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേരിയൻറ്റ്. സുപ്പീരിയർ ടോപ്പ് എൻഡ് ആണ്. ആൻഡ് പ്രീമിയം അറിയാലോ മിഡിൽ സ്പെക് വേരിയൻ്റ് ആണ്. എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയ പ്രീമിയം ആണ്. കാരണം അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം, അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ പ്രൈസ് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിഫറൻസും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വൈകാതെ തന്നെ മനസ്സിലാവും. ഇനി ബാക്കി ബാറ്ററി കൺഫിഗറേഷനും
പവറും സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ബേസിക് വേരിയൻറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 49.92 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് നമ്മൾ ARAI ക്ലെയിംഡ് ഫിഗേഴ്സ് എടുക്കുകയാണെങ്കിൽ 468 km ആണ്. പക്ഷേ അതേസമയം NEDC ക്ലെയിംഡ് ഫിഗേഴ്സ് എടുക്കുകയാണെങ്കിൽ 410 km ആണ് വരുന്നത്. ഇനി ടോപ്പ് എൻ്റെ 2 വേരിയൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് സെയിം 60.48 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. ക്ലെയിംഡ് റേഞ്ച് ആണെങ്കിലും ARAIയിൽ 521 km വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ NEDCയിലാണെങ്കിൽ 480 km വരുന്നുണ്ട്. ഈ NEDCയിൽ കുറച്ച് കുറവ് വന്നിരിക്കുന്ന ഒത്തിരി കൂടെ റിയൽ ലൈഫ് ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഈ 2 ക്ലെയിംഡ് ഫിഗേഴ്സും നമുക്ക് റിയൽ ലൈഫിൽ കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ബേസ് മോഡലൊക്കെ ആണെങ്കിൽ അതിനവർ 468 ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ 300+ എന്തായാലും കിട്ടുമായിരിക്കും. 300 to 350 റേഞ്ച് ആയിരിക്കും റിയൽ ലൈഫിൽ കിട്ടുന്നത്. ഈ പറയുന്ന ഈ വേരിയൻസ് അതായത് ടോപ്പ് എൻഡിനാണെങ്കിൽ നമുക്കൊരു 400 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ റിയൽ ലൈഫിൽ റേഞ്ച് എക്സ്പെക്ട് ചെയ്ത് പോകാം. ഇനി പവറും ടോർക്കും ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് എല്ലാ വേരിയൻസിലും സെയിം ആണ്. അതായത് ഒരു ബാറ്ററി മാത്രമേ മാറ്റിയിട്ടുള്ളൂ, മോട്ടർ മാറ്റിയിട്ടില്ല. നമുക്ക് ബേസ് മോഡലായാലും ടോപ്പ് മോഡലായാലും 204 PS പവറും 310 Nm ടോർക്കുമാണ് കിട്ടുന്നത്. അതായത് സെയിം റേഞ്ചിൽ വരുന്ന ZSEVയേക്കാൾ ഇതിന് പവറും കൂടുതലാണ്, അതുപോലെ തന്നെ ടോർക്കും കൂടുതലാണ്. പവർ ഏകദേശം 30 bhp അടുത്ത് വ്യത്യാസമുണ്ട്. ടോർക്കാണെങ്കിലും നമുക്ക് 30 Nm അടുത്താണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. പക്ഷേ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മോട്ടർ അവർ മാറ്റിയിട്ടില്ലെങ്കിലും 0 to 100 ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ 7.9 seconds ആണ് അത് 0 to 100 എത്താനായിട്ട് എടുക്കുന്നത്. അതുപോലെ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ 7.3 secondsൽ എത്തും. ചിലപ്പം അവർ ട്യൂണിങ്ങിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും, ബാറ്ററിയുടെ കൺസംഷൻ കുറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. എനിവേ നമ്മളിപ്പം ബേസ് സ്പെക്ക് എടുക്കുകയാണെങ്കിലും 7.9 seconds ഒട്ടും മോശമൊന്നുമല്ല. ആ പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടി ഇത് തന്നെയായിരിക്കും. പിന്നെ ചാർജിങ് സ്പീഡ് എടുക്കുകയാണെങ്കിൽ DC ചാർജർ നമുക്ക് ബേസ് മോഡൽ 70 kWh ആണ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. ടോപ്പ് വേരിയൻസിലേക്ക് വരുമ്പോൾ 2 80 kWh ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും 0 to 80% എത്താനുള്ള ടൈമിംഗ് സെയിം ആണ്, 50 minutes ആണ് എടുക്കുന്നത്. ബാക്കി AC ചാർജിങ് എല്ലാം സെയിം ആണ്, അതായത് അതിൻ്റെ വരുന്ന കപ്പാസിറ്റി സെയിം ആണ്. അതുകൊണ്ട് ബേസ് മോഡൽ 8 മണിക്കൂറിൽ ചാർജ് ആവും, ടോപ്പ് വേരിയൻസ് 9.5 to 10 hours ഫുൾ ചാർജ് ആവും. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ പ്രൈസ് മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല. ബേസ് മോഡലിൻ്റെ പ്രൈസ് എനിക്കറിയാം, അതെനിക്കറിയാം, പക്ഷേ ബാക്കി വേരിയൻസിൻ്റെയും പ്രൈസ് അറിയണമല്ലോ. ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ ഡൈനാമിക് വേരിയൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 24.99 lakhs ആണ്. പ്രീമിയം മോഡൽ 29.85 lakhsലാണ് അവർ നിർത്തിയിരിക്കുന്നത്. സുപ്പീരിയർ ആണ് ടോപ്പ് എൻ്റെ 33.99 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഈ പ്രീമിയം ആണ് ഏറ്റവും വാല്യൂ ഫോണി എന്ന് പറയാൻ കാരണം പ്രീമിയവും സുപ്പീരിയറും സെയിം ബാറ്ററിയിലാണ് വരുന്നത്. ഫീച്ചേഴ്സിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് റേഞ്ചൊക്കെ സെയിം തന്നെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അത്രയും റേഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 5 lakhs ലാഭിച്ച് നമുക്ക് ഡൈനാമിക് എടുക്കാം. കാരണം അതാണ് ഈ കൂട്ടത്തിൽ വളരെയധികം വാല്യൂ ഫോർ മണിയും അതുപോലെ കുറച്ചും കൂടെ താഴത്തെ റേഞ്ചിലുള്ള വണ്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള പ്രൈസിങ്ങും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഏറ്റവും ഇറങ്ങിയ സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഈ 34 lakhsൻ്റെ എക്സ്ഷോറൂം പ്രൈസിൽ തന്നെയാണ് ആ വണ്ടി ഇറങ്ങിയത്. അതായത് ഓൺ റോഡ് വരുമ്പോൾ 36-ന് മുകളിൽ പോകും. അപ്പോൾ അങ്ങനെ അധികം ആൾക്കാർ അത് കൺസിഡർ ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഒരുപാട് ആൾക്കാർ ആ വണ്ടി സ്റ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റും കൂടെ വരുമ്പോഴേക്കും ഈ വണ്ടിക്ക് ഡിമാൻഡ് ഉറപ്പായിട്ടും നല്ലോണം കൂടും. BYD ആക്ച്വലി ഈ വാഹനത്തിന് ഇത്രയും ഹൈ ഡിമാൻഡ് കണ്ടിട്ട് തന്നെയാണ് ഈ 3 വേരിയൻസ് സ്പ്ലിറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇറക്കിയിരിക്കുന്നത്. ഈ അടുത്ത ഒരു സീലൊക്കെ ഇറക്കിയായിരുന്നു. സീലും അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റ് തന്നെയാണ് വന്നത്. അതിൻ്റെ ബേസ് മോഡലൊക്കെ അത്യാവശ്യം വാല്യൂ ഫോണിയായിരുന്നു 40 lakhsൽ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് BYD Atto 3യുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.